ചക്രവർത്തി നീറോ നീണാൾ വാഴട്ടെ. സൈറസും പണ്ഡിതരും നേരത്തെ തന്നെ സന്നിഹിതരായിട്ടുണ്ട്. നമ്മുടെ അധികാര കൈമാറ്റത്തിന്റെ 2ാം ഭരണവാർഷികമാണ് അടുത്തു വരുന്നത്. ദേവി അസ്താർത്തിയുടെ പ്രീതിക്കായി പ്രത്യേക പൂജയും ഏർപ്പെടുത്തി. ഇന്നു മുതൽ ആഘോഷങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് പറയുന്നു, യുദ്ധം പോലെ തന്നെയാണ് ആഘോഷങ്ങൾ. അസ്താർത്തിയെ പൂജിക്കുന്ന അങ്ങേക്ക് ഐശ്വര്യം മാർക്കുമാർ വർദ്ധിക്കുകയേ ഉള്ളൂ. നിങ്ങൾ കാര്യം പറയൂ. എവിടെ നിന്നോ പടർന്നു പിടിച്ച അഗ്നി വീടുകളെയും വ്യാപാര കേന്ദ്രങ്ങളെയും കത്തി എത്തിക്കൊണ്ടിരിക്കുന്നു. സമ്മേളനം ആകമാനം ചുട്ട് ചാമ്പലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഉടൻ ചെയ്തില്ലെങ്കിൽ ആപത്താണ്. നേരാണല്ലോ. മാംസം കത്തിയരിയുടെ ഗന്ധം അനുഭവേദ്യമാകും. ജനങ്ങളുടെ ആഹ്ലാദവും അലറിക്കരച്ചിലും നിങ്ങൾ കേൾക്കുന്നില്ലേ? ആളപായം കൂടുന്നതിന് മുമ്പ് അടിയന്തര നടപടികൾ കൈക്കൊള്ളണം. എന്തെങ്കിലും ചെയ്ത് തീ അടയ്ക്കാനുള്ള മാർഗം അവലംബിക്കണം. സൈറസ് നിൽക്കൂ. പുറത്തു നടക്കുന്നതും കാര്യമാക്കണം. എത്ര അരോചകമായ സംഭവം. എവിടെ നമ്മുടെ ആത്മാവ് കുളികൾ അസഖ്യമായ നിലവും കേൾക്കാത്ത വിധത്തിൽ ഇവിടെ സംഗീത സംഘമാവട്ടെ. വീണാതന്ത്രികളിൽ നിന്ന് ഉയരുന്ന ഗാനമധുസ്മൃതങ്ങൾ കേട്ട് നമ്മൾ മനം കുളിക്കട്ടെ. ചക്രവർത്തി നീറോ കഠിന ഹൃദയമാണ്. അതുപോലെ തന്നെ വിനോദപ്രിയ ഇതൊക്കെ നന്നായി സംഗീതം ആസ്വദിക്കും. റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച് രസിച്ച സ്വേച്ഛാധിപതിയായ നീറോ ചക്രവർത്തിയെ കുറിച്ച് നാളെ ലോകം പഠിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരെന്നാണ് എനിക്കറിയേണ്ടത്. ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇതിന്റെ പിന്നിൽ. അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പരിണത ഫലമാണ് ഈ അഗ്നിബാധ. വരുന്നു, അഭിഷേകം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് തീയിൽ രസിക്കുന്നത് ഈ കൂട്ടരുടെ പ്രധാന വിനോദമല്ലേ? ഉറപ്പ് ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇതിന്റെ പിന്നിൽ. നമ്മുടെ സാമ്രാജ്യം കത്തിയേറിയാൻ കാരണക്കാരായ ആ ക്രിസ്ത്യാനികളെ അടുത്ത മർദ്ദന മുറകൾക്ക് വിധേയരാക്കി അഗ്നികുണ്ഠത്തിലേക്ക് മരക്കഷണങ്ങൾ പോലെ വലിച്ചെറിയൂ. ക്രിസ്ത്യാനികൾ കൂട്ടത്തോടെ കത്തിയേറിയ ഗന്ധം അത് നമുക്ക് ആസ്വദിക്കണം. ആ വിലാപ ശബ്ദം കേട്ട് കേട്ട് വേണം നമുക്ക് വീണ വായിച്ച് രസിക്കുവാൻ. ഞാൻ ഈ ഭവനത്തിലായിരിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു. എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർക്കാൻ ഞാൻ വേണ്ടത് ചെയ്യാം. ശിമയോ, താങ്കൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? യേശു ക്രിസ്തു ലോകത്തോട് പറഞ്ഞ ദിവ്യ വചസ്സുകൾ അപ്പസ്തോലനായ ഞാൻ മുഖാന്തരം
ദൈവമക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട കാര്യമില്ല. ശിമയോൻ, നിങ്ങൾ കുറച്ച് സമയം വിശ്രമിച്ചാണ്. ഓടി നടന്നുള്ള പ്രവർത്തനങ്ങൾ, പാത്തും പതുങ്ങിയുള്ള ജീവിതവും ദിനചര്യവും നിങ്ങളുടെ ആരോഗ്യത്തെ പാടെ ക്ഷയിപ്പിച്ചത്. പ്രത്യക്ഷത്താലുള്ള അനാരോഗ്യത്തെ കണക്കില്ല. എന്റെ ഉള്ളിലുള്ളവൻ ശക്തനാണ്. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ച യേശുവിനെ പറ്റിയുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ദൈവിക ശക്തി അവൻ പ്രദാനം ചെയ്യും. പുറത്ത് അങ്ങേക്കായുള്ള തിരിച്ച് പുരോഗമിക്കുകയാണ്. അഗ്നിബാധയുടെ കാരണങ്ങൾ ക്രിസ്ത്യാനികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ചക്രവർത്തി നീറോ കടുത്ത മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയാണ്. നമ്മുടെ ആൾക്കാർ അധികവും പിടിക്കപ്പെട്ടു കഴിഞ്ഞു. വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ട് ചക്രവർത്തി രസിക്കുന്നു. കരുതലോടിരിക്കണം. വരുന്ന നാളുകളിൽ അധികം പുറത്തേക്ക് ഇറങ്ങണ്ട. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധീരമായ മരണം ഏറ്റുവാങ്ങുക എന്നത് അനിവാര്യമാണ് സഹോദരനെ. ശിമയോൻ, വേഗം വേഗം ഇറങ്ങി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. സൈറസിന്റെ സേനകൾ അതാ മലഞ്ചെരുവിലൂടെ ഇവിടെ ലക്ഷ്യമാക്കി വരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്നും പോകണം. അവരെ താവളം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. രക്ഷപ്പെട്ടോളൂ, രക്ഷപ്പെട്ടോളൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ തല കാണില്ല. ഞങ്ങൾക്കറിയില്ല. അവനെ ബന്ധിക്കാൻ നിയുക്തരായ റോമൻ പട്ടാളക്കാരാണ് ഞങ്ങൾ. എവിടെയാണ് അവനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് സൂചന ലഭിച്ചിരുന്നു. തൽക്ഷണം അവൻ മാഞ്ഞു പോയോ? അയാൾ ഒരിക്കൽ വന്നിരുന്നു, പിന്നെ എങ്ങോട്ടോ പോയി. ഒരു രാജ്യദ്രോഹിയെ വീട്ടിൽ പാർപ്പിക്കുന്നതും അവനെ സേവിക്കുന്നതും കുറ്റകരമാണ്. ഇവരെയും ബന്ധിക്കണം. ഒരു സ്ഥലത്തും സ്ഥിരമായി തങ്ങാറില്ല. ചിലപ്പോൾ അയാൾ തന്റെ രാജ്യത്തേക്ക് കടന്നിട്ടുണ്ടാവും. ഓഹോ, നിങ്ങളും കർഷക്കാരനാണല്ലേ? സ്റ്റെഫനിയാസ്, ഇവരെയും ബന്ധിക്കൂ. ആകാശം മാറി തുടങ്ങിയിരിക്കുന്നു. ഈ പ്രഭാപൂരിതമായ വെളിച്ചം എവിടെ നിന്ന്? കണ്ടു ചിന്തിപ്പോകുന്നു. ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നീയുമെന്നുണ്ട്. ഇത് സത്യമോ മിഥ്യയോ? സത്യമാണ് ശരിയോ. ഞാൻ കുരിശു മരണം വരിക്കാനായി പോകുന്നു. കർത്താവേ, നീ ഒരിക്കൽ കുരിശിൽ മരിച്ചതല്ലേ? വീണ്ടും നീ പോവുകയാണ്. കർത്താവേ, എനിക്ക് തെറ്റുപറ്റി നാഥ, എന്നോട് പൊറുക്കണേ. കുഞ്ഞുങ്ങളെ പോലെ പ്രധാനമിരിക്കുന്നത് ജീവനും ശരീരവും തളർന്ന് പ്രജ്ഞയറ്റവരെ പോലെ ആകരുത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ നീ ഭാഗ്യവാനാണ്. അതെ, ഞാൻ ഭാഗ്യവാനാണ്. ഞാൻ ഭാഗ്യവാനാണ്. സുവിശേഷം എന്റെ രക്ഷയും മരണം എനിക്ക് നേട്ടവുമാണ്. നീതിയുടെ സിംഹാസനം നിനക്കായി ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്റെ രാജ്യത്തിൽ മാലാഖമാരോടും സ്വർഗീയ ഗണങ്ങളോടും കൂടെ പ്രവേശിക്കുവാനുള്ള കാലം ആസന്നമായി. വരൂ. ശിമയോൻ, നിന്നെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. റോമൻ പട്ടാളത്തെ കബളിപ്പിച്ച് കടന്നുകളയാണെന്ന് കരുതിയോ നീ? നീ കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. കൊണ്ടുപോകൂ ഇവനെ. നടക്കടാ.
ക്രിസ്തുവിന്റെ അനുയായിക്കും സാർവത്രിക സഭകളുടെ പരമാധികാരിയുമെന്ന സ്ഥാനം അലങ്കരിച്ചവരുമായ ശിമയോൻ പത്രോസ് ജെറുസലേമിലും അന്ത്യോക്യയിലും റോമായിലും യേശുവെന്ന യഹൂദ പുരുഷനെ പ്രസിദ്ധപ്പെടുത്തിയതിനും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചതിനും പട്ടാളക്കാരുടെ കൈകളിൽ അകപ്പെടാതെ സൂത്രത്തിൽ റോമായിൽ ഒളിച്ചു പാർത്തതിനും വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഇയാൾപ്പിക്കുന്നില്ല. കൂടാതെ അടുത്ത കാലത്ത് റോമായിൽ അരങ്ങേറിയ വൻ അഗ്നി ദുരന്തങ്ങൾക്ക് പിന്നിൽ ക്രിസ്ത്യാനികളുടെ ഭീകരവാദ പ്രവർത്തനങ്ങളാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. യാദൃശ്യവശാൽ ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെക്കുന്നത് കൊണ്ട് അങ്ങേക്ക് എന്തും നേട്ടമാണ് ഉണ്ടാവുക? ക്രിസ്തു പഠിപ്പിച്ചത് പ്രതികാരത്തിന്റെ മാതൃകയല്ല, സ്നേഹമാണ്. എപ്പോഴും കുരിശിൽ മരിച്ച ഒരു യഹൂദന്റെ മഹിമ വർണ്ണിക്കാൻ നിനക്ക് തെറ്റില്ല. എന്റെ നാഥൻ മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നവനാണ്. പാലസ്തീനായിൽ 10-35 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു മണ്ണടിഞ്ഞ യേശുവിന് ദൈവിക പരിവേഷം കൊടുക്കുന്നത് കുറ്റകരമാണ്. ദൈവിക പരിവേഷം എന്തിന്? അവൻ തന്നെയാണ് ദൈവം, അവൻ തന്നെയാണ് സത്യവും. നിങ്ങളൊരു രാജ്യദ്രോഹിയാണെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നു. അവസാനമായി നിന്റെ ആഗ്രഹം എന്താണ്? എന്റെ ഗുരുവിനെ പോലെ മരിക്കാൻ ഞാൻ യോഗ്യനല്ല. ആ കാരണത്താൽ എന്നെ തലകീഴായി ക്രൂശിക്കണം. നിന്റെ ആഗ്രഹം പോലെ തലകീഴായി ക്രൂശിക്കുവാൻ നാം ഉത്തരവിടുന്നു. അവിടുത്തെ കൽപ്പന പോലെ വിശുദ്ധനായ പത്രോസ് 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 വിശുദ്ധനായ പത്രോസ് കർത്താവിൻ പ്രിയ ശിഷ്യൻ പത്രോസ് കർത്താവിൻ പ്രിയ ശിമയോൻ പത്രോസ്